ടോപ്പ് 10 ടെററിസ്റ്റുകളിൽ മൂന്നാമനാണ് ഖുറേഷി. ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പം തമ്പനയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, തമ്പനയിൽ നമ്മൾ ഓരോന്ന് ഇടുന്നത് നിങ്ങളൊക്കെ വന്ന് വീഡിയോ കാണാനാണ് കേട്ടോ. സോ എന്താ പറയുക, കാരണം നമ്മൾ എന്ത് വീഡിയോ ചെയ്തിട്ടും കാര്യമില്ല. നമ്മൾ തമ്പനയിൽ കണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളെ വീഡിയോ കണ്ടാൽ മാത്രമേ കാര്യമുള്ളൂ. സോ അതുകൊണ്ടാണ് തമ്പനയിൽ മേ ബി കുറച്ച് ഒന്ന് എക്സാജറേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ വരുന്നത്. ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ആക്ടറെ നമ്മൾ ലൂസിഫർ ഇറങ്ങിയതിന് ശേഷം നമ്മൾ എപ്പോഴും ഇലുമിനാറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് എപ്പോഴും പറയും. തമാശ രീതിയിലാണ് നമ്മൾ പറയാറ് എപ്പോഴും അദ്ദേഹത്തിന്. എന്താ പറയുക, ഭയങ്കര ലൂസിഫറിൽ ഇലുമിനാറ്റിൻ്റെ കുറേ റെഫറൻസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ മലയാളികൾ കുറേ പേര് പോലും ഇലുമിനാറ്റിനെ കുറിച്ച് അറിഞ്ഞത് അതിനുശേഷം തന്നെയാണ്. അത് സത്യസന്ധമായ കാര്യമാണ്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് സത്യത്തിൽ ആ ഒരു റെഫറൻസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതലായിട്ട് ഒരു എന്താ പറയുക, ഒരു എക്സൈറ്റ്മെൻറ്റ്. മലയാള സിനിമയിൽ ഒരു ഇലുമിനാറ്റി റെഫറൻസ് വന്നപ്പം എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ചും കൂടി എക്സൈറ്റ്മെൻറ്റാണ് തോന്നിയത്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സബ്ജക്റ്റാണ് കോൺസ്പിറസീസ്. നമ്മളെ ഈ സിനിമയും കാര്യങ്ങളും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളാണ്. കോൺസ്പിറസി, ഇപ്പോൾ ഏലിയൻ, UFOs അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരുപാട് മെഷീനറി ഗ്രൂപ്പ്സും അതിനെക്കുറിച്ച് ചുമ്മാ നമ്മളെ വേൾഡിൽ എന്താണ് നടക്കുന്നതെന്ന് നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പലതും ഉണ്ട്. സോ അപ്പോൾ ഇലുമിനാറ്റി ഒക്കെ ഞാൻ ലൂസിഫറിൻ്റെ ഒക്കെ മുന്നേ ഇതിനെക്കുറിച്ച് കുറേ കാര്യങ്ങൾ വായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ലൂസിഫർ ഇറങ്ങുന്ന ഒരുപാട് റെഫറൻസ് വരുന്നു. അതിൽ പൃഥ്വിരാജ് ഇലുമിനാറ്റി ആണെന്ന് നമ്മൾ പലരും പറയുന്നു. പിന്നെ അത് തമാശ രീതിയിലേക്ക് ആവുന്നു. ഇപ്പം പക്ക നമ്മളൊരു കോമഡി ആയിട്ടാണ് അദ്ദേഹത്തിനെ അങ്ങനെ എടുക്കുന്നത്. പക്ഷേ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ എമ്പുരാൻ്റെ പ്രൊമോഷൻ എടുക്കുക, ലൂസിഫറിൽ അത്ര ഒരു എന്താ പറയുക ഭയങ്കരമായിട്ട് ഒരു ഇലുമിനാറ്റി കൺസെപ്റ്റുകളൊന്നും ആ പ്രൊമോഷൻ ടൈമിലോ ലൂസിഫറിന് മുന്നൊന്നും നമ്മൾക്ക് അധികം തന്നിട്ടില്ല. സിനിമയിലുണ്ടായിരുന്നു. സിനിമ ഇറങ്ങിയതിന് ശേഷമാണ് നമ്മൾ പിന്നെ എന്നോട് സംസാരിച്ചത്. പക്ഷേ എന്നാൽ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ അങ്ങനെയല്ല. എമ്പുരാനിൽ കാരണം ഞാൻ ഇടയ്ക്ക് ചിന്തിക്കൂ, ഇനി ശരിക്കും അങ്ങേര് ഇതാണോ? നിങ്ങൾക്കറിയാം, പലർക്കും അറിയാം, നമ്മൾ ഈ ഒരു ഇലുമിനാറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റൊക്കെ എന്താ വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഈ ജീവിക്കുന്ന ഈ ലോകം ഇതൊന്നും നമ്മൾക്ക് അറിവുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, ഇന്ന ആൾക്കാർ ഈ ലോകത്ത് ഇവരാണ് ഭരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന കൺട്രിയാണ് ഏറ്റവും പവർഫുൾ ആയതെന്നൊക്കെ നമ്മൾക്കൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. പക്ഷേ അതൊന്നുമല്ല, നമ്മൾ ഈ ഫ്രണ്ട് ലൈനിൽ നിന്ന് കാണുന്ന ആൾക്കാരൊന്നുമല്ല. പക്ഷെ അവരൊക്കെ പുറകെ ഫേസൊന്നും നമുക്കറിയാത്ത, പേരുകളൊന്നും നമുക്കറിയാത്ത കുറച്ചൊരു ആൾക്കാർ, അവരൊക്കെ കൺട്രോൾ ചെയ്തിട്ട് ഈ ലോകം തന്നെ കൺട്രോൾ ചെയ്തിട്ട് അവരാണ് എല്ലാ കാര്യങ്ങളും ഇവിടെ നടത്തുന്നുള്ള ഒരു കൺസെപ്റ്റാണ് ബേസിക്കലി ഈ ഇലുമിനാറ്റി പോലത്തെയൊക്കെ. സോ ഇതൊക്കെയാണ് ആ ഇലുമിനാറ്റി എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് തന്നെ അങ്ങനത്തെ. കാരണം നമ്മളറിയാതെ, നമ്മൾ പൃഥ്വിരാജൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളറിയാതെ വേറെ എന്തോ, നമ്മൾക്കൊന്നും അറിയാത്ത എന്തോ ഈ നമ്മളെയൊക്കെ ഭരിക്കുന്നു. കാരണം ഇപ്പം പൃഥ്വിരാജിന് മാത്രമല്ല, ഈ വേൾഡ് വൈഡുള്ള മൈക്കിൾ ജാക്സൺ അടക്കം, ഒബാമ അടക്കം, അങ്ങനെ ഇന്ത്യയിൽ പോലുള്ള അല്ലെങ്കിൽ ഇന്റർനാഷണലിൽ ഒരുപാട് പേരെ ഈ ഒരു ഇലുമിനാറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ കുറേ റൂമേഴ്സും കാര്യങ്ങളൊക്കെ എപ്പോഴും കേൾക്കുന്നതാണ്. ഇപ്പം നമ്മളെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എന്താ പറയുക, ഇപ്പം നമ്മൾ നമ്മളെ മുമ്പിലേക്ക് വരുന്ന പ്രൊഡക്റ്റുകൾ, സോ നമ്മളിപ്പോൾ നമ്മൾ പല്ല് കേൾക്കുന്ന പേസ്റ്റ് മുതൽ നമ്മൾ കുളിക്കുന്ന സോപ്പ്, അങ്ങനെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ, അങ്ങനത്തെ പല കാര്യങ്ങളും അതൊക്കെ നമ്മൾ അതിന് അഡിക്റ്റ് ആവുന്നത്. ഇപ്പം നമ്മൾ ചിന്തിച്ചപ്പോൾ മനസ്സിലാവും, നമ്മൾ എപ്പോഴും നമ്മൾ ജനിച്ച് വളർന്ന മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്താ പറയുക, അങ്ങനത്തെ ഈ ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളുണ്ട്, നമ്മൾ അത് തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക. സോ അതൊക്കെ നമ്മളെങ്ങനെ അതിനോട് അഡിക്റ്റായി, അതെങ്ങനെ നമ്മളെ മുന്നിലേക്ക് വരുന്നു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അതായത് നമ്മൾ അറിയാതെ നമ്മൾക്കുള്ളിലേക്ക് ഒരു കാര്യം ഇങ്ങനെ ഇൻജെക്റ്റ് ചെയ്യുക, അതാണ് ഇവർ ശ്രമിക്കുന്നതും ചെയ്യുന്നതും. ആ ഒരു കൺസെപ്റ്റൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, അതൊക്കെ യഥാർത്ഥമാണ് നമ്മൾ കേൾക്കുന്നതൊക്കെ എങ്കിൽ അവർ ചെയ്യുന്ന അതാണ്. നമ്മൾ അറിയാത്തന്നെ നമ്മളിലേക്ക് ഒരു സാധനം ഇങ്ങനെ ഇതാക്കി തരാണ്. ഒരു ഫേമസ് ഫാഷൻ ബ്രാൻഡിന് ചില പരസ്യത്തെക്കുറിച്ചൊക്കെ ഇങ്ങനത്തെ കുറേ കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ റൂമേഴ്സൊക്കെ എടുത്തു വന്നിരുന്നു. അപ്പം ഞാൻ ഈ സിനിമയിലേക്കും പൃഥ്വിരാജിലേക്കും തിരിച്ചു വരികയാണെങ്കിൽ, ഇതിനൊക്കെ മുന്നേ നമുക്ക് ചെറിയ സീൻ കാണാം. ടമാർ പട്ടാർ എന്ന് പറഞ്ഞ പൃഥ്വിരാജിൻ്റെ ഒരു പൊളിഞ്ഞ് പാളിസായ സിനിമയില്ലേ ടമാർ പട്ടാർ, അതിലൊരു സീനിൽ ഞാൻ ഒരു റീൽസിൽ ഇങ്ങനെ വന്ന് കണ്ടപ്പോഴാണ് ഞാനും അത് ശ്രദ്ധിച്ചത്. ആ സീനിൽ അദ്ദേഹം ഇതിനെപ്പറ്റി, എബ്രാം ഖുറേഷിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കണ്ടു നോക്കത്. ഇല്ല സർ, ഇന്റർപോൾ ഒക്കെ പുറത്തു വിട്ടാണിത്. ടോപ്പ് 10 ടെററിസ്റ്റുകളിൽ മൂന്നാമനാണ് ഖുറേഷി. ബോംബെയിലുള്ള ഒരു ബാർബർ ഐഡന്റിഫൈ ചെയ്തിരുന്നു. ആ സ്കെച്ചാണിത്. ഇയാളെക്കുറിച്ച് മറ്റൊരു വിവരങ്ങളും നമുക്കില്ല. അൽ ഖൈദയുടെ ഏഷ്യ പസഫിക് മൂവ്മെന്റ് വിംഗ് കമാൻഡറാണ് ഇയാൾ. സോ പൃഥ്വിരാജ് ക്യാരക്ടർ ഇതിൽ പറയുന്ന ആ ഒരു ക്യാരക്ടർ ആർക്ക് നമ്മൾ ഈ ലൂസിഫറിൽ എന്താണ് നമ്മൾ കിട്ടിയത്, എബ്രാം ഖുറേഷി എന്താണ് നമ്മൾ അറിഞ്ഞത്, അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ടമാർ പട്ടാർ ഇറങ്ങിയിട്ട് കുറേ വർഷമായി.
അല്ലെങ്കിൽ ഇനി അറിയില്ല ലൂസിഫറിന്റെ ഒക്കെ ടൈമിലാണോ ഇതൊന്നും എനിക്ക് ഓർമ്മല്ല, ഇനി ആരെങ്കിലും എഡിറ്റ് ചെയ്ത് ഇറക്കിയതാണോ ഇത് സത്യസന്ധമായ ക്ലിപ്പ് തന്നെയല്ലേ എന്ന് അറിയാൻ വേണ്ടിയാണ് ഒന്നും കൂടി ആ സിനിമ കണ്ടല്ലോ നല്ലിക്കുക സംഭവം. അത് പക്ഷേ ആ സിനിമയിൽ പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഇത് തമാശ രീതിയിൽ പറയണം. അപ്പൊ അന്ന് അങ്ങേരെ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതിനെപ്പറ്റി സംസാരിച്ചു. ഇപ്പം പൃഥ്വിരാജ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സിനിമയായിട്ട് വരാൻ പോകുന്നത് അത് തന്നെയാണ്. മേ ബി ഒരു ആക്സിഡന്റൽ കോയിൻസിഡൻസ് ആയിരിക്കും അത്. എന്നാൽ ചിലപ്പം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാവും, ചിലപ്പോൾ മേ ബി അദ്ദേഹം, എനിക്കറിയില്ല, അദ്ദേഹം ആ സിനിമയിൽ അദ്ദേഹം ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹം എമ്പുരാൻ ചെയ്യുമ്പോൾ ഇന്നൊരു സിനിമയിൽ ഞാൻ ഇങ്ങനെ ഇതിനെപ്പറ്റി സംസാരിച്ചിരുന്നല്ലോ എന്നൊക്കെ അദ്ദേഹം തന്നെ അതിനെക്കുറിച്ച് ഓർമ്മിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. പക്ഷെ എന്നാൽ പോലും നമ്മൾ അങ്ങനെയാണല്ലോ പൃഥ്വിരാജ് ഇലുമിനാറ്റി എപ്പോഴും തമാശ പറയാം, പഴയ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നു. പക്ഷെ നമ്മൾ കുറച്ച് സീരിയസ് ആയിട്ട് ഇത് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് ഒരു ഇലുമിനാറ്റി ലെവൽ കൺസെപ്റ്റിലൊക്കെ ഉള്ള ഒരു ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഒരു വിജയം തന്നെയാണ്. കാരണം പൃഥ്വിരാജിന് ഭയങ്കര ഒരു ഡൗൺഫാൾ നമ്മൾ കണ്ടാണ്. പൃഥ്വിരാജ് ഭയങ്കരമായിട്ട് നമ്മൾ ലാലേട്ടൻ മമ്മൂക്കനെ കുറിച്ചൊക്കെ പറഞ്ഞതിന് ശേഷം ഒരു ഇന്റർവ്യൂവിന് ശേഷം ഉണ്ടായ രായപ്പൻ എന്നുള്ള വിളിയും ഒക്കെ നമ്മൾ ഭയങ്കര ഡീപ്പ് സീയിലേക്ക് പോയ ആളാണ്. അവിടെ നിന്നൊരു വരവുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയൊരു ആക്ടറായിട്ടും എല്ലാമായിട്ടുള്ള ഒരു തിരിച്ചുവരവ്, എന്താ പറയുക, അതൊക്കെ എൻ്റെ ഒരു ലക്ഷണങ്ങളാണെന്ന് പറയണ പോലെ നമ്മൾ ഈ കോൺസ്പിറൻസിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരും അവർ ഭയങ്കര ഫേമസ് ആയി മാറുന്നതും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്നതൊക്കെ അതൊക്കെ ഇതിന്റെ ഒരു ഭാഗം കൂടിയാണ്. നമ്മൾ ഇനി സീരിയസ് ആയിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോ, ഭയങ്കരമായിട്ട് എമ്പുരാന്റെ ടൈമിൽ ഈ ഇലുമിനാറ്റി കൺസെപ്റ്റിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പോലെ തോന്നുന്നു. അതായത് ആവശ്യത്തിൽ കൂടുതൽ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇപ്പം ഇവൻ ഈ ക്യാരക്ടർ പോസ്റ്റ് റിവീൽ ചെയ്യുമ്പം കാണിക്കുന്ന ഇതുപോലും, അല്ലെങ്കിൽ ഒരുപാടായിട്ട്. കാരണം ഇപ്പൊ പൃഥ്വിരാജിന് എന്ത് ഉറപ്പാണുള്ളത്? ഓക്കെ, അദ്ദേഹത്തിന് അറിയാം നമ്മൾ ഓഡിയൻസ് ഭയങ്കര ബ്രില്യന്റ് ഓഡിയൻസ് ആണെന്ന് അറിയാം, നമ്മളൊക്കെ ഡീകോഡ് ചെയ്ത് കണ്ടുപിടിക്കുന്ന അറിയെങ്കിൽ പോലും, പക്ഷെ എന്നാൽ പോലും എന്ത് ഉറപ്പാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ ഡയറക്ടർക്ക് ഉള്ളത്? ഇതൊക്കെ അവർ ഡീകോഡ് ചെയ്യുന്നുള്ളതിന് എന്ത് ഉറപ്പാണ്? അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രൊമോഷൻ ചെയ്തില്ലെങ്കിൽ പോലും നമ്മൾ പോയി സിനിമ കണ്ട് നമ്മൾ അറിയേണ്ട കാര്യമാണ് അതൊക്കെ. അല്ലാതെ പ്രൊമോഷൻ മെറ്റീരിയൽ ആയിട്ട് ഇതൊന്നും യൂസ് ചെയ്യേണ്ട കാര്യം എന്താന്ന് എനിക്ക് ഈ ഒരു കോൺസ്പിറസിയിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ അവർ എന്താ ചെയ്യാണ്ടെന്ന് വെച്ചാൽ അത് അവരുടെ നമ്മൾ കേട്ട് അറിഞ്ഞ കാര്യങ്ങളാണ്. അവരുടെ റൂളും അതാണ്. അതായത് മാക്സിമം അവർ നിൽക്കുന്നത് ഏത് മീഡിയ രാഷ്ട്രീയത്തിലാണോ സിനിമയിലാണോ, കാരണം ഇത് സിനിമാക്കാർക്ക് മാത്രമൊന്നല്ല ഈ ഒരു കോൺസ്പിറസി ഇലുമിനാറ്റി എന്ന് പറഞ്ഞാൽ ഇതിലൊക്കെ സംഘടനയിലുള്ള ആൾക്കാർ, നമ്മൾ ലോകത്ത് കാണുന്ന എല്ലാ ഇതിലും അവരുടെ ആൾക്കാരുണ്ട് എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ അവരത് ഏത് മേഖലയാണ് നിൽക്കുന്നത് അതിൽ മാക്സിമം അതിൽ അവരുടെ പ്രൊഡക്റ്റ് ഇൻ ദ സെൻസ് ഇപ്പം പൃഥ്വിരാജിന്റെ പ്രൊഡക്റ്റ് സിനിമയാണ്, അല്ലെങ്കിൽ ബാക്കിയുള്ള ഇപ്പം വേറെ ഏതെങ്കിലും മേഖലയിൽ നിൽക്കുന്ന ആൾക്ക് അവരുടെ പ്രൊഡക്റ്റ് മ്യൂസിക് ആണെങ്കിൽ മ്യൂസിക്. സോ അതിൽ കൂടെയൊക്കെ ഈ ഒരു കൺസെപ്റ്റിനെ മാക്സിമം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നിൽക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി, അവരുടെ കർത്തവ്യം, അവരുടെ ഡ്യൂട്ടി അതാണ്. ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ള അറിവുകളാണ് കേട്ടോ. സോ അത് വളരെ ഗംഭീരമായിട്ട് നമ്മളെ രാജ്വേട്ടൻ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നിയത് ഭയങ്കര ഓവറായിട്ട്, അതായത് ആവശ്യത്തിൽ കൂടുതൽ ഈ ഒരു ഇലുമിനാറ്റി കൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഈ പ്രൊമോഷനിൽ വരുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് തോന്നുന്നു? കാരണം ഈ ഇപ്പം ഇലുമിനാറ്റി എന്ന കൺസെപ്റ്റ് ആ സിനിമയിൽ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ ജസ്റ്റ് ആ സിനിമ കാണുമ്പോൾ മാത്രം നമ്മൾ അറിയേണ്ട കാര്യമാണ്. പിന്നെ ഇപ്പം എന്താ പറയുക, ഒരു ബ്രില്യൻസ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സിനിമയിൽ ഈ ഇലുമിനാറ്റി എന്നല്ല, നമ്മളിപ്പോൾ ഏതൊരു സിനിമ എടുക്കുമ്പോഴും അതിൽ പോസ്റ്റർ മുതൽ ബ്രില്യൻസ് പലതും ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് എല്ലാവരും, അത് സത്യമാണ്. പക്ഷെ എന്നാൽ പോലും കുറച്ച് കൂടുതലാണോ ഇത് എന്നുള്ളൊരു ചെറിയ സംശയം എനിക്ക് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. ഇപ്പം ഈ ഓരോ ക്യാരക്ടർ റിവീൽ പോസ്റ്റിൽ പോലും ഒക്കെ ഇപ്പം ടീസറിൽ പോലും നിങ്ങളത് എന്താ പറയുക കൺസെപ്റ്റിൻ്റെ കാണിക്കുന്നതും എന്തോ എനിക്ക് കുറച്ച് എന്താ പറയുക, നമ്മൾ ഈ തമാശ തന്നെയാണോ നമ്മൾ പറയുന്നത് എന്നുള്ള ഒരു ചെറിയൊരു സംഭവം കേട്ടോ. അതായത് നമ്മൾ ചിന്തിക്കുന്നത് ഇങ്ങനെ ഇലുമിനാറ്റി ആണ് നമ്മൾ പറയുന്നത് തമാശ തന്നെയല്ലേ എന്നുള്ള ഒരു ചെറിയൊരു സംശയം, ഒരു ചെറിയൊരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കാനാണ് സത്യത്തിൽ ഈ വീഡിയോ ചെയ്തപ്പോൾ ഇതിനാണ്. നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് തോന്നുന്നുള്ളതെന്ന് കമൻ്റായിട്ട് അറിയുക.